2 സെക്കൻഡ് കളയാൻ പഠിച്ച് അവസാനം 10 മിനിറ്റ് വരെ കളയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ എക്സാംസ് കഴിയുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകാറുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഇത് പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ മാറിപ്പോയി. ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ലേ? പ്രത്യേകിച്ച് മാത്സ് എക്സാം കഴിഞ്ഞിട്ട് അതായത് മെത്തേഡൊക്കെ നന്നായിട്ട് അറിയാം, പക്ഷേ ക്വസ്റ്റ്യൻ മാറിപ്പോയതിന്റെ പേരിൽ ഒരു അര മാർക്ക് പോലും കിട്ടാതിരുന്ന സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മാത്സ് എക്സാമിനാണ് ഓപ്പറേഷൻസും ഇക്വേഷൻസും സിമ്പിൾസും എല്ലാം വരുന്നത്. അപ്പോൾ മാറി എഴുതാനുള്ളത്, മാറി പോകാനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ചാൻസസ് കൂടുതൽ മാത്സ് എക്സാമിനാണ്. ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും നമുക്ക്? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുമല്ലോ, അത് കോപ്പി ചെയ്ത് എഴുതുമ്പോഴായിരിക്കും നമ്മൾ എല്ലാവരും മിസ്റ്റേക്ക് വരുത്തുന്നത്. അപ്പോൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ആ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യും. സോൾവ് ദി ഇക്വേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുത്ത് ആൻസർ പേപ്പറിലേക്ക് അത് കോപ്പി ചെയ്യും. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എഴുതി ആൻസർ കണ്ടുപിടിക്കാൻ നോക്കും അല്ലേ? പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറിലേക്ക് കോപ്പി ചെയ്തതിന് ശേഷം ഒരു 2 സെക്കൻഡ് എടുത്താൽ മതി. ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ പേപ്പറിലും നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണോ കോപ്പി ചെയ്തേക്കുന്നത് നമ്മളൊന്ന് ഉറപ്പ് വരുത്തുക. അത് കഴിഞ്ഞിട്ട് മാത്രം സോൾവ് ചെയ്യാനായിട്ട് തുടങ്ങുക. ഈ 2 സെക്കൻഡ് ഉപയോഗിക്കാത്തത് കാരണം അവസാന നിമിഷം ക്വസ്റ്റ്യൻ തെറ്റിയെന്ന് മനസ്സിലാക്കും, അല്ലെങ്കിൽ പേപ്പർ കൊടുക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ അത് പെട്ടെന്ന് വെട്ടി അടുത്ത ആൻസർ ഒക്കെ എഴുതി വരുമ്പോൾ ഒരു 10-15 മിനിറ്റ് വെറുതെ പോകും. പ്രത്യേകിച്ച് അന്നേരം നമുക്ക് ടെൻഷനും കൂടെ ആയിരിക്കും. അപ്പോൾ കൂടുതൽ സമയം എടുക്കും. അവസാനം ഇത് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതിന് പകരം ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും വെറും 2 സെക്കൻഡ് ഒന്ന് സ്പെൻഡ് ചെയ്യുക. ഇത് കാണുന്നത് കുട്ടികളാണെങ്കിൽ ഈ മെത്തേഡ് എന്തായാലും ഫോളോ ചെയ്യുക. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നതാണ്. ഇനി കുട്ടികളല്ല കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികളിലേക്ക് ഈ വിവരം ഒന്ന് എത്തിക്കുക.